മിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഗുരുനാഥന്മാരുടെയും ശ്രീ ഗുരുവായൂരപ്പൻ്റെയും ഒരു അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് പുതിയ ഒരു സംരംഭം ആരംഭിക്കുകയാണ്. ശ്രീ ചൈതന്യം എന്നുള്ള ഒരു ചാനൽ നമ്മളിവിടെ ആരംഭിക്കാനായിട്ട് പോകുന്നു. ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചിട്ട്, മഹാപ്രഭുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്മാരെ കുറിച്ചിട്ട്, അവർ എന്തെല്ലാം സേവനങ്ങൾ ചെയ്തു എന്നതിനെക്കുറിച്ചിട്ട് എല്ലാം വിശദീകരിക്കുന്ന ഒരു ചാനലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണമെന്ന് പ്രത്യേകം ഞങ്ങളിവിടെ അപേക്ഷിക്കുന്നു. അതിൽ ആ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിൻ്റെ അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു സ്വാധീനം ഇന്ന് ലോകത്തിൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചിട്ട് ഗൗഡീയ വൈഷ്ണവിസം എന്താണ്, അതേപോലെ ചൈതന്യ മഹാപ്രഭു ആരാണ്, അവിടുത്തെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരാരാണ്, ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു ചെറിയ അവലോകനം നമ്മൾക്ക് ആവശ്യമാണ്. എന്നാലേ ഭഗവാന്റെ തിരുനാമ ജപത്തിൻ്റെ കൃഷ്ണഭക്തിയുടെ മഹിമ എന്ത് എന്നുള്ളത് നമ്മൾക്ക് അറിയാൻ സാധിക്കുള്ളൂ. ഹരേ കൃഷ്ണ. ചൈതന്യ മഹാപ്രഭുവിൻ്റെ പ്രധാനപ്പെട്ട 6 ശിഷ്യന്മാർ, ആ ശിഷ്യന്മാരിൽ പ്രധാനപ്പെട്ട ആളാണ് അതായത് രൂപഗോസ്വാമി, സനാതന ഗോസ്വാമി, രഘുനാഥ ഭട്ട ഗോസ്വാമി, രഘുനാഥ് ദാസ ഗോസ്വാമി, ഗോപാല ഭട്ട ഗോസ്വാമി, ജീവഗോസ്വാമി എന്നുള്ള 6 പേര് വളരെ പ്രധാനപ്പെട്ടവരാണ് എന്നാണ്. സനാതന ഗോസ്വാമി, അതിൽ രൂപഗോസ്വാമിയുടെ ഒരു 5 വർഷം മുമ്പെയാണ് സനാതന ഗോസ്വാമി ജനിച്ചിട്ടുള്ളത് എന്നാണ്. 1488 അവിടുന്ന് ജനിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ അവർ സൗത്ത് കർണാടക, തെക്കൻ കർണാടക ദേശത്തിൽ നിന്നും ബംഗാളിലേക്ക് മാറി താമസിച്ചിട്ടുള്ള ഒരു ബ്രാഹ്മണ ഗൗഡ സാരസ്വത കുടുംബമായിരുന്നു അവരുടെ എന്നാണ്. ഇപ്പോൾ പൂർവ്വജന്മത്തിൽ തന്നെ ഇവർക്ക് അതായത് അമർ, സന്തോഷ് എന്നുള്ള 2 പേര്, അനുപമം എന്നുള്ള 3 പേര്, ഇവരാണ് 3 സഹോദരന്മാരായിരുന്നു എന്നാണ്. 3 പേരും വളരെയധികം ശ്രീകൃഷ്ണ ഭഗവാനോട് ആകർഷണമുള്ളവരായിരുന്നു. വൃന്ദാവനത്തിലെ ദിവ്യമായിട്ടുള്ള ആ ഭൂമിയോട്ടുള്ള ആകർഷണം കാരണം അവർക്ക് വൃന്ദാവനത്തിലെ എല്ലാ വെസ്റ്റ് ബംഗാളിലാണ് അവർ ജനിച്ചത് എന്നുണ്ടെങ്കിലും വൃന്ദാവനവുമായിട്ട് അത്രയധികം ആകർഷണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ താമസിക്കുന്ന ആ രാംകേളി എന്നുള്ള സ്ഥലത്താണ് അവർ താമസിച്ചിരുന്നത്. ആ സ്ഥലത്ത് പ്രത്യേകമായിട്ട് അവർ കുളിക്കുന്ന സ്ഥലത്തിന്, അതേപോലെ എല്ലാ രാധാകുണ്ട്, ശ്യാമകുണ്ട്, പിന്നെ ഗോവർദ്ധനം, വൃന്ദാവനം, അതേപോലെ 12 വനങ്ങൾ, ഇതൊക്കെ അടുത്തുള്ള സ്ഥലങ്ങൾക്ക് പേരിട്ടിരുന്നു. പിന്നെ വളരെ സമ്പന്നമായിട്ടുള്ള ഒരവസ്ഥയായിരുന്നു ഇവർക്ക്. സനാതന ഗോസ്വാമിയുടെ കുടുംബത്തിന് തന്നെ വളരെയധികം സമ്പന്നമായിട്ടുള്ള അവസ്ഥയായിരുന്നു. അമർ, സന്തോഷ് എന്നായിരുന്നു 2 പേരുടെയും പേര്. അനുപം അവരുടെ താഴെയുള്ള അനിയനായിരുന്നു എന്നാണ്. അപ്പോൾ അവരുടെ പാണ്ഡിത്യം, വളരെ ശാസ്ത്രജ്ഞാനം ഉണ്ടായിരുന്നവർക്ക്, നല്ല ഭക്തന്മാരുമായിരുന്നു, കറകളഞ്ഞ ഭക്തന്മാരുമായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ ഇവരുടെ അടുത്ത് നിന്ന് ശാസ്ത്രങ്ങൾ പഠിക്കാനായിട്ട് വിദൂര ദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ വന്നിരുന്നു പഠിക്കാനായിട്ട് എന്നാണ്. അപ്പോൾ ഈ സനാതന ഗോസ്വാമി
അതായത് അമർ എന്നായിരുന്നു പേര് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ രൂപഗോസ്വാമിയുടെ 5 വർഷം മുമ്പെയാണ് ഈ സനാതന ഗോസ്വാമി ജനിച്ചത് എന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഏകദേശം ഒരു യൗവനപ്രായമായ സമയത്ത് അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ അദ്ദേഹം കാണുകയാണ് സാക്ഷാൽ ശ്യാമസുന്ദരൻ മുമ്പിൽ എഴുന്നള്ളി നിന്നതായിട്ട്. പിന്നെ ഒരു ബ്രാഹ്മണ ബാലൻ, പിന്നെ പെട്ടെന്ന് ബ്രാഹ്മണ ബാലനായിട്ടിത് മാറി. ആ ബ്രാഹ്മണ ബാലൻ വിശേഷപ്പെട്ടൊരു ഗ്രന്ഥം ശ്രീമദ് ഭാഗവതം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് പഠിക്കൂ എന്ന് പറയാണ്. അങ്ങനെ ഈ ഉണ്ണിയെ കണ്ടു, ബ്രാഹ്മണബാലനെ കണ്ടു, ഭാഗവതം തൻ്റെ കയ്യിൽ കിട്ടി. ഉണർന്നു നോക്കിയപ്പോഴാണ് മനസ്സിലായത് സ്വപ്നമായിരുന്നല്ലോ എന്നുള്ളത്. പിന്നീട് അതിന് വേണ്ടിയിട്ട്, അതായത് ഒരിക്കൽ കൂടി ഒന്ന് കാണാനായിട്ട്, പിന്നെ ഈ ഒരു ഭാഗവത ഗ്രന്ഥം ഒന്ന് തൻ്റെ കയ്യിൽ കിട്ടാനായിട്ട് അദ്ദേഹം വളരെയധികം ആഗ്രഹിച്ചു. അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം അദ്ദേഹത്തിന് മുമ്പിൽ ഒരു ബ്രാഹ്മണ ബാലൻ വീണ്ടും പ്രത്യക്ഷനായി. ശ്രീമദ് ഭാഗവതം കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അന്തർധാനം ചെയ്തു. ഇത് പഠിച്ചോളൂ എന്ന് പറഞ്ഞ് അന്തർധാനം ചെയ്തു. അപ്പോൾ ഈ സനാതന ഗോസ്വാമി എഴുതുന്നുണ്ട് തൻ്റെ ആ ഗ്രന്ഥങ്ങളിൽ, എൻ്റെ ജീവനും ആത്മാവും ആരാന്ന് ചോദിച്ചാൽ ശ്രീമദ് ഭാഗവതമാണ്. കാരണം ശ്രീമദ് ഭാഗവതത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ലയിച്ച് ചേർന്നിട്ടുണ്ട് എന്നെനിക്ക് അനുഭവമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം മഹാബുദ്ധിമാനായിരുന്നു, നല്ല തികഞ്ഞ ഭക്തനുമായിരുന്നു എന്നാണ്. അന്ന് ഹുസൈൻ ഷാ എന്നുള്ള രാജാവായിരുന്നു ഈ വെസ്റ്റ് ബംഗാൾ ഭരിച്ചിരുന്നത് എന്നാണ്. അപ്പോൾ ഈ രാജാവിന് തൻ്റെ രാജ്യത്തിൽ പല വിധത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആ കൊട്ടാരത്തിൽ എന്തോ ദുർനിമിത്തങ്ങൾ കാണുന്നു. പലരോടും അതിന് പരിഹാരം ചോദിച്ചു. ആ പരിഹാരം ഒന്നും കണ്ടെത്താൻ ആർക്കും സാധിച്ചില്ല. അപ്പോഴാണ് രാജ്യത്തിലെ മന്ത്രിമാരിൽ ചിലർ ഇവരുടെ ഈ സനാതന ഗോസ്വാമി, രൂപഗോസ്വാമി അവരുടെ അടുത്തെത്തി. എന്നിട്ട് ചോദിച്ചു, എന്താണ് പരിഹാരം ചോദിക്കുന്നു. അപ്പോൾ അവരിയ്ക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് അവർക്ക് പറയാൻ സാധിച്ചു, ഇന്നതാണ് അവിടെ പ്രശ്നം വന്നത് എന്നുള്ളത്. ആ പ്രശ്നം ഇന്ന കാര്യം പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹാരമായിട്ടും അത് പരിഹരിക്കപ്പെടും എന്ന് പറയാണ്. അപ്പോൾ ഈ ഹുസൈൻ ഷാ രാജാവിന് അത്ഭുതം തോന്നി. കാരണം ഇത്രയും ദൂരത്തിരുന്നു കൊണ്ട് 2 ബ്രാഹ്മണർക്ക് ഈ കൊട്ടാരത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ പരിഹാരം കാണാമെന്നുണ്ടെങ്കിൽ അത്ര ബുദ്ധിമാന്മാരാവില്ലേ അവർ തന്നെ വേണം തൻ്റെ രാജ്യം ഭരിക്കാൻ, തന്നെ സഹായിക്കാൻ അദ്ദേഹം നിശ്ചയിച്ചു. എന്നിട്ട് അവിടുന്ന് മന്ത്രിമാരെ അയച്ചു ഇവരെ കൊണ്ടുവരാനായിട്ട്. അതായത് ഒരാൾക്ക് മുഖ്യമന്ത്രിയുടെ സ്ഥാനമാണ് കൊടുത്തത്, മറ്റൊരാൾക്ക് സാമ്പത്തികമായിട്ടുള്ള ആ കാര്യങ്ങളുടെ മന്ത്രിയുടെ സ്ഥാനം കൊടുക്കാനാണ് കൊണ്ടുവരുന്നത് എന്നാണ്. എന്നാൽ ഇവർക്ക് തീരെ ആഗ്രഹമില്ല. കാരണം അവർക്ക് ഈ സത്സംഗം, ഭാഗവതം, ആ നമ്മളുടെ സനാതന ധർമ്മത്തിലെ ശാസ്ത്രങ്ങൾ ഇതൊക്കെ പഠിക്കാനാണ് അവർക്ക് താല്പര്യം, അത് പ്രചരിപ്പിക്കാനാണ് താല്പര്യം. പക്ഷേ അവർക്ക് നിർബന്ധമായിട്ട് പോവേണ്ടതായിട്ട് വന്നു. കാരണം അഥവാ ഇവർ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ മുസ്ലിം രാജാക്കന്മാരാണ്, അവിടെയുള്ള ഹിന്ദുക്കളെ മുഴുവൻ ഉപദ്രവിക്കും, അവരെ വല്ലാതെ ദ്രോഹിക്കും, വല്ലാതെ ഒരു പക്ഷേ കൊന്നു എന്ന് വരാം. അപ്പോൾ അവിടെയുള്ള ആ ഭാഗത്തുള്ള ആ സ്ഥലത്തുള്ള ഹിന്ദുക്കൾക്ക് ആർക്കും ഒരാപത്ത് പറ്റരുത് എന്ന് വിചാരിച്ചുകൊണ്ട് അവർ സ്വന്തം ആഗ്രഹങ്ങളെ മുഴുവൻ അവിടെ ഒതുക്കി വെച്ചുകൊണ്ട് ഇവിടെ ഈ രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി. അവിടെ അവർക്ക് നല്ല സ്ഥാനമാനങ്ങൾ കിട്ടിയെന്നാണ്. അപ്പോൾ പണ്ട് കാലത്ത് ഈ മുസ്ലിം രാജാക്കന്മാർ അവർക്ക് രാജ്യം ഭരിക്കാനൊന്നും അത്ര പ്രാപ്തിയില്ല. അവർക്ക് ഇഷ്ടം എന്താണ്, യുദ്ധം ചെയ്ത് എന്ന് രാജ്യത്തിൻ്റെ വിസ്തൃതി കൂട്ടാനാണ് അവർക്ക് ഏറ്റവും വലിയ താല്പര്യമെന്നാണ്. അപ്പോൾ ആ സമയത്ത് അവർ രാജ്യത്തിൽ നല്ല ബ്രാഹ്മണരായിട്ടുള്ളവർ, നല്ല പണ്ഡിതന്മാരായിട്ടുള്ളവർ, ഉയർന്ന ജാതിയിലുള്ളവർ അവരൊക്കെ ഉപദേശക സമിതിയായിട്ടും അതേപോലെ അവിടുത്തെ മന്ത്രിമാരായിട്ടൊക്കെ വയ്ക്കും. അക്ബറിൻ്റെ മന്ത്രി ബീർബലായിരുന്നു, ബ്രാഹ്മണനായിരുന്നു. അതേപോലെ ആണ് ഈ രാജാവ് ഇവരെ മന്ത്രിമാരാക്കി വെച്ചു. അപ്പോൾ രാജ്യത്തിലെ ആ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നു പോകും, സുഗമമായിട്ട് നടക്കും. അവർക്ക് രാജ്യത്തിൻ്റെ വിസ്തൃതി കൂട്ടാം, സാമ്പത്തികമൊക്കെ വർദ്ധിപ്പിക്കാം. അങ്ങനെ
അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അവർക്ക് ഇഷ്ടമില്ലെങ്കിലും അവർക്ക് ഈ ജോലി ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഇവരെന്ത് ചെയ്തു, ഒരു രാജ്യത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്, പക്ഷേ അവരുടെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ അവർ സ്വകാര്യമായിട്ട് അതെല്ലാം ചെയ്തു പോന്നു. ശാസ്ത്രങ്ങളെക്കുറിച്ചിട്ട് അതിനെക്കുറിച്ചിട്ട് പറയുക, ചർച്ച ചെയ്യുക, പിന്നെ ഭാഗവതത്തിനെ കുറിച്ചിട്ടുള്ള അതിനുള്ള ക്ലാസ്സുകൾ, അതിനെക്കുറിച്ചുള്ള അതിൻ്റെ പാരായണം, അതിനെക്കുറിച്ച് ചിന്തകൾ, സത്സംഗങ്ങൾ, ഇതൊക്കെ ഇദ്ദേഹം ഈ രാജാവ് അറിയാതെ എല്ലാം ചെയ്തു പോന്നു എന്നാണ്. അപ്പോൾ ഒരു ദിവസം ഇവർക്ക് പേര് തന്നെ മാറി എന്നാണ്. അതായത് സാക്കർ മല്ലിക്, അതേപോലെ ഇത് മറ്റൊരു, അങ്ങനെ രണ്ട് പേര്, ആ പേരിലാണ് അവർ അറിയപ്പെട്ടിരുന്നത് എന്നാണ്. അങ്ങനെ ഈ സാക്കർ മല്ലിക് എന്നുള്ള പേരിലാണ് സനാതന ഗോസ്വാമി അറിയപ്പെട്ടിരുന്നത്. പിന്നെ അവർക്ക് മുസ്ലിങ്ങളുടെ ആചാര വിചാരങ്ങൾ സ്വതവേ അവർ അധപ്പതിച്ചവരെ എന്ന് സ്വയം അവർക്ക് തോന്നി എന്നാണ്. ചൈതന്യ മഹാപ്രഭു അവതരിച്ച് അവിടുന്ന് പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അവിടുന്ന് ബംഗാളിൽ നിന്നും പുരിയിലേക്ക് പോകുന്ന വഴി രാംകേളി എന്നുള്ള സ്ഥലത്ത് എത്തിച്ചേരുന്നു എന്നുള്ളത് രാജാവിന് മനസ്സിലായി. അപ്പോൾ രാജാവ് കേട്ടത് എന്താണ്, ഒരു യുവ സന്യാസി അനേകം ആളുകളോട് കൂടിയിട്ട്, അതായത് വലിയൊരു സംഘത്തിനോട് കൂടിയിട്ട് ഇവിടെ വരുന്നു എന്നത്. എന്തിനാണ് വരുന്നത്, വല്ല ആക്രമണകാരികളാണോ, എന്തിനാണ് വരുന്നത് എന്നുള്ളത് അറിയില്ല. അപ്പോഴാണ് ഇവർ രണ്ടുപേരെയും, ഡാബിർ ഖാൻ, സാക്കർ മല്ലിക്, ഇവർ രണ്ടുപേരെയും ഒന്നിച്ച് ഞങ്ങൾ പോയിട്ട്, അവർക്കറിയാം മഹാസന്യാസിയാണ് ഇവിടെ, ഈശ്വരൻ തന്നെയാണ് വരുന്നത് അവർക്കറിയാം. ഇനി രാജാവ് നേരിട്ട് പോയ വലിയ അപകടങ്ങളുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അവർ പറയുന്നു, ഞങ്ങൾ പോയിട്ട് എന്താണ് കാര്യം എന്നുള്ളത് അന്വേഷിച്ച് വരാമെന്ന് പറയുന്നു. ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നു, വാസ്തവത്തിൽ ചൈതന്യ മഹാപ്രഭുവിനെ നേരിട്ട് കാണുക എന്നതായിരുന്നു ഉദ്ദേശം എന്നാണ്. ഇങ്ങനെ ഇവർ രൂപഗോസ്വാമി, സനാതന ഗോസ്വാമി രണ്ടുപേരും, ഡാബിർ ഖാനും സാക്കർ മല്ലിക്കും രണ്ടുപേരും അർദ്ധരാത്രി സമയത്ത് മഹാപ്രഭുവിനെ വന്ന് കണ്ടു. അവരുടെ പാദത്തിൽ നമസ്കരിച്ചു. ഞങ്ങൾ അധപ്പതനത്തിൽപ്പെട്ടവരാണ്, ഞങ്ങൾ രക്ഷിക്കണേ എന്ന് വളരെ താഴ്മയായിട്ട് കേണ് അപേക്ഷിച്ചു. കാരണം ഞങ്ങൾ മുസ്ലിങ്ങളെ പോലെ ആയി മാറിയിട്ടുണ്ട്, ഇനി ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ല, ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ആണ് സകൃദേവ പ്രപന്നായ തവാസ്മീതിവാദിനെ എന്നാണ്. ഭഗവാനെ ഒരിക്കൽ നമസ്കരിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ, അത് ആത്മാർത്ഥമാണ് നമസ്കാരം എന്നുണ്ടെങ്കിൽ ഭഗവാൻ തൻ്റേതായിട്ട് ആ ഭക്തനെ സ്വീകരിക്കും എന്നാണ് ഭഗവാൻ. ചൈതന്യ മഹാപ്രഭു പറയുന്നു, ഞാൻ ഇവിടെ വരാനായിട്ട് കാരണം, ഞാനിങ്ങനെ യാത്ര പോകുന്ന സമയത്ത് എനിക്ക് നിങ്ങളെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ഇനി നിങ്ങൾ രണ്ടുപേരും മുസ്ലിങ്ങളല്ല, ഇനി മേലിൽ നിങ്ങൾ രൂപ സനാതന എന്നുള്ള പേരിൽ അറിയപ്പെടുമെന്ന് മഹാപ്രഭു ആ സമയത്ത് തന്നെ പേര് മാറ്റി, ദീക്ഷ കൊടുക്കുമ്പോഴാണ് പേര് മാറ്റുക. പേര് മാറിയവരുടെ രൂപഗോസ്വാമി, സനാതന ഗോസ്വാമി എന്നുള്ള പേരവർക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അധികം താമസിക്കാതെ നിങ്ങൾ വൃന്ദാവനത്തിലേക്ക് പോകണം, ഇതെല്ലാം ഉപേക്ഷിച്ച് വൃന്ദാവനത്തിലേക്ക് പോകണം എന്ന് പറയുന്നു. രൂപഗോസ്വാമി ആ നിമിഷം തന്നെ, അടുത്ത നിമിഷം തന്നെ രാജാവിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഞാനിവിടെ രാജിവെക്കാൻ പോണു, എൻ്റെ ഉദ്യോഗത്തിൽ നിന്ന് വിരമിക്കാൻ പോകുന്നു എന്ന് പറയാം. രാജാവിന് തീരെ ഇഷ്ടമില്ല, എന്നാലും ഒന്നും തിരിച്ചു പറയാൻ സാധിച്ചില്ല എന്നാണ്. പിന്നെ സനാതന ഗോസ്വാമി ഒരു മാസം ലീവ് എടുത്തു. എനിക്ക് അസുഖമാണ്, ഞാൻ മന്ത്രിസഭയിൽ വരില്ല എന്ന് പറഞ്ഞ് ലീവ് എടുക്കണം. അങ്ങനെ ഒരു മാസമായി രാജ്യത്തിലെ ഭരണമണ്ഡപത്തിൽ നടക്കാതെ രാജാവ് ഒരു മന്ത്രിയെ അയക്കുന്നു, ഒരാളെ അയക്കുന്നു, എന്താണ് അവിടെ ചെയ്യണതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇവിടെ സനാതന ഗോസ്വാമി എന്ത് ചെയ്യുന്നു, പുരസ്ചരണം ചെയ്യാമെന്ന് പറയും. അതായത് ഒരു അധപ്പതിച്ചു പോയിട്ടുള്ള ഒരാളെ വീണ്ടും ആ പൂർവ്വ അവസ്ഥയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ശുദ്ധി കർമ്മങ്ങൾക്കാണ് പുരസ്ചരണം എന്ന് പറയുക. അങ്ങനെ ആ പുരസ്ചരണം ഇതെല്ലാം കഴിഞ്ഞ് ബ്രാഹ്മണരുടെ അവസ്ഥയിലേക്ക് തന്നെ അവർ വന്നു ചേർന്നു. എന്നിട്ട് സനാതന ഗോസ്വാമി അവിടെ ഗംഭീരമായിട്ടുള്ള ഭാഗവതത്തിൻ്റെ സദസ്സ്, ശാസ്ത്ര സദസ്സ്, അതിൻ്റെ ചർച്ചകൾ, ഭഗവാന്റെ ദിവ്യമായ തിരുനാമങ്ങൾ, ഭാഗവത പാരായണം, ഇങ്ങനെ അനേകം സജ്ജനങ്ങളുമായിട്ട് ഒന്നിച്ച് ചേർന്ന് ഭഗവത് സേവ ചെയ്യുന്ന ദൃശ്യമാണ് ഈ രാജാവിൻ്റെ ദൂതൻ അവിടെ വന്ന സമയത്ത് കണ്ടത്.
അപ്പോൾ രാജാവിനോട് പോയിട്ട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് അസുഖമാണ്, അതുകൊണ്ട് വരില്ല എന്നാണ് പറഞ്ഞത്. അസുഖമൊന്നുമല്ല അദ്ദേഹത്തിന് അവിടെ ചെയ്യുന്നത്, ഭഗവത് സേവ ചെയ്തുകൊണ്ടിരിക്കുന്നത്, സത്സംഗമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ രാജാവ് നേരിട്ട് വന്നു ഹുസൈൻ ഷാ, എന്നിട്ട് ചോദിച്ചു, അല്ല അങ്ങേക്ക് ഞാൻ അങ്ങയോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങില്ലാതെ എനിക്ക് രാജ്യം, എൻ്റെ അനിയനെ പോലെ ഞാൻ അങ്ങയെ കണക്കാക്കുന്നത്, അങ്ങില്ലാതെ എനിക്ക് രാജ്യം ഭരിക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ പറയാറുണ്ടായിരുന്നല്ലോ എന്ന് പറയാണ്. അപ്പോൾ എന്ത് പറഞ്ഞാലും എനിക്ക് രാജ്യത്ത് വരാൻ ഒരു നിവൃത്തിയില്ല എന്ന് സനാതന ഗോസ്വാമി പറയുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ അനിയനാണ് പറയുന്നത്, അനിയനെ എനിക്ക് അറസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും, കാരാഗൃഹത്തിലടക്കേണ്ടതായിട്ട് വരും എന്ന് പറയുന്നു. എന്ത് വേണമെങ്കിൽ ചെയ്യാം, ഞാൻ ഇനി തിരിച്ച് മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന് പറയുന്നു. ആ ഹുസൈൻ ഷാ രാജാവിന് ഈ സനാതന ഗോസ്വാമിയെ കാരാഗൃഹത്തിലടക്കേണ്ടതായിട്ട് വരുന്നു. നോക്കൂ, ഭഗവാനെ സേവിക്കാനായിട്ട് ഒരുങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ എന്തെല്ലാം തടസ്സങ്ങളാണ്. ഭഗവാന്റെ ഭക്തന്മാർക്ക് ഏറ്റവും കൂടുതൽ തടസ്സങ്ങൾ ഉണ്ടാവുന്നു. കാരണം എന്താണ്? ലോകത്തിന് കാണിച്ചു കൊടുക്കാനായിട്ട് എന്ത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും ഭഗവാൻ ഉപേക്ഷിക്കില്ല എന്നാണ്. എത്ര ദുരിത കണ്ടകാകീർണമാണെങ്കിലും വിടുകയില്ല ഞാൻ ഈ വഴിത്താരയെ എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തോട് കൂടിയിട്ടാണ് ഭക്തൻ പ്രവർത്തിക്കുക എന്നാണ്. സനാതന ഗോസ്വാമിക്ക് ആ ജയിൽവാസം അനുഭവിക്കേണ്ടതായിട്ട് വന്നു. എത്രയോ തവണ സനാതന ഗോസ്വാമിക്ക് ജയിലിൽ നിന്നും ജയിലിൽ ചാടി എന്നാണ് പറയുന്നത്. ആ സമയത്തൊക്കെ വീണ്ടും പിടിക്കപ്പെട്ടു. അപ്പോൾ ഈ രൂപഗോസ്വാമി താൻ ജോലി രാജിവെക്കുന്ന സമയത്ത് 2 വഞ്ചി സ്വർണ്ണ നാണയങ്ങൾ ലഭിച്ചിരുന്നു എന്നാണ്. അത്രയും ധനം അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. അതിലൊരു 10,000 സ്വർണ്ണ നാണയം ഒരു കച്ചവടക്കാരൻ്റെ അടുത്ത് കൊടുത്തു. എന്നിട്ട് സനാതനന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 10,000 സ്വർണ്ണ നാണയങ്ങൾ സനാതന ഗോസ്വാമിയുടെ കയ്യിലെത്തിയിരുന്നു. അപ്പോൾ ആ ജയിൽ സൂക്ഷിക്കുന്ന അതിൻ്റെ വാർഡനോട്, സൂക്ഷിപ്പുകാരനോട് പറഞ്ഞു സനാതന ഗോസ്വാമി, അല്ല നിങ്ങളുടെ, അവർ മുസ്ലിമാണ് അദ്ദേഹം, നിങ്ങളുടെ ജാതിയിൽ ഒരാൾക്ക് ദുഃഖത്തിൽ നിന്ന് മോചനം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? അതെ, ഞങ്ങൾക്ക് സ്വർഗം ലഭിക്കുമെന്ന് പറയാണ്. അപ്പോൾ നിനക്ക് സ്വർഗം ലഭിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്നെ ഈ ജയിലിൽ നിന്നും പുറത്തേക്ക് ചാടാനുള്ള മാർഗം ഒന്ന് കാണിച്ചു തരൂ. നല്ല തന്ത്രശാലിയാണ് സനാതന ഗോസ്വാമി എന്നാണ്. കാരണം മന്ത്രിയല്ലേ, അതുകൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ നല്ല കഴിവുണ്ട് അദ്ദേഹത്തിന്. എനിക്ക് പുറത്ത് പോകാനുള്ള വഴി കാണിച്ചു തരുമെന്ന് പറയാണ്. അത് പറ്റില്ല, കാരണം രാജാവ് എന്നെ ശിക്ഷിക്കും, എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് പറയാണ്. പുറത്തേക്ക് വിടാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് 5000 സ്വർണ്ണ നാണയങ്ങൾ തരാം, നോക്കണേ കൈക്കൂലി കൊടുക്കണ ഏർപ്പാട് അന്ന് തുടങ്ങിയതാണെന്നാണ് പറയുന്നത്. അപ്പോൾ 5000 സ്വർണ്ണ നാണയം ഞാൻ നിനക്ക് തരാം, അത് എന്നെ ഇവിടുന്ന് പുറത്തേക്ക് വിടുമെന്ന് പറയാണ്. അയ്യോ അത് തരാൻ പറ്റില്ല, എനിക്ക് പറ്റില്ല എന്ന് പറയാണ്. വീണ്ടും തുക വർദ്ധിപ്പിച്ചു. പറഞ്ഞു, ഞാൻ 9,000 സ്വർണ്ണ നാണയം തരാം, നിനക്ക് എന്നെ വിട്ടുകൂടെയും ചോദിക്കുന്നു. അപ്പോൾ ഇനി എന്ത് പറയണം? മറുപടി അതിന് വേണ്ട മറുപടി ഞാൻ പറഞ്ഞു തരാം. രാജാവ് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ സാഖർ മല്ലിക് എന്ന് പറയുന്ന ആൾ ഇതിന് ഗംഗാ നദിയുടെ തീരത്ത് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. ആ സമയത്ത് പോകണമെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോയി. അവിടെ വെച്ച് അദ്ദേഹം ഗംഗാ നദിയിലേക്ക് ചാടി, എവിടേക്ക് പോയി എന്ന് അറിയില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ്. ഇങ്ങനെ ആ സനാതന ഗോസ്വാമി ഇങ്ങനെയൊക്കെ സൂത്രത്തിലാണത്രേ അവിടുന്ന് ആ ജയിലിൽ നിന്നും രക്ഷപ്പെട്ടു പോയത് എന്നാണ്. ജാർഖണ്ഡ് മുതലായിട്ടുള്ള ആ കൊടും വനത്തിൽ കൂടെ സഞ്ചരിക്കുന്നു അദ്ദേഹം. എന്നിട്ട് ആ അവിടുന്ന് കാശിയിൽ ശ്രീ ചൈതന്യ മഹാപ്രഭു സാന്നിധ്യം ചെയ്യുന്ന സമയത്ത് വനത്തിൽ കൂടെ സഞ്ചരിച്ച്, അതോ തനിക്ക് ഒരു പൈസ പോലും തൻ്റെ കയ്യിലില്ല, ഒരു സ്വർണ്ണ നാണയം പോലും ഇല്ല എന്നാണ്. കാരണം വനത്തിൽ കൂടെ പോകുന്ന സമയത്ത് അവിടെ ഒരു സത്രമുണ്ട്. ആ സത്രം സൂക്ഷിപ്പുകാരൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലം കാണിച്ചു തരാം, നിങ്ങൾക്ക് ഇവിടുന്ന് പുറത്തേക്ക് വലിയ കാടാണ്, അപ്പോൾ കാടുകളിൽ നിന്ന് പുറത്തേക്ക് കിടക്കാനുള്ള വഴിയും കാണിച്ചു തരാം എന്ന് പറയുന്ന സമയത്ത് സനാതന ഗോസ്വാമി ശ്രദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ജ്യോത്സ്യനും കൂടിയുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായി. കാരണം സനാതന ഗോസ്വാമിയെ കൊലപ്പെടുത്തുക, എന്നിട്ട് ഇവർ കയ്യിലുള്ള 100 സ്വർണ്ണ നാണയങ്ങൾ കയ്യിലുണ്ടല്ലോ, അപ്പോൾ ആ 100 സ്വർണ്ണ നാണയങ്ങളും തട്ടിയെടുക്കുകയാണ് ഉദ്ദേശം എന്ന് മനസ്സിലായി. ഇത് നല്ല ബുദ്ധിശാലിയാണ്, അതുകൊണ്ട് കാര്യം മനസ്സിലായി. കൊല്ലണം എന്നാ ഉദ്ദേശം എന്ന് മനസ്സിലായി. ഏതായാലും താൻ മരിക്കാൻ ഒരുക്കല്ല എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം
എൻ്റെ കയ്യിൽ ഉള്ള സഞ്ചിയിൽ നിന്നും ഒരു 99 സ്വർണ്ണ നാണയങ്ങൾ എടുത്തിട്ട് കൊടുത്തു. ഇതെടുത്തോളൂ എന്ന് പറയാണ്. ആ സത്രം സൂക്ഷിപ്പുകാരൻ അത്ഭുതമായി. അദ്ദേഹം മനസ്സിൽ വിചാരിച്ച കാര്യം ഇദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം ഇത് എങ്ങനെയാലും നിങ്ങളെന്നെ കൊല്ലും എന്നുള്ള കാര്യം ഉറപ്പാണ്, ഈ സ്വർണ്ണ നാണയത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഈ സ്വർണ്ണ നാണയം നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് ഒരു സ്വർണ്ണ നാണയം മാത്രമാണ്, അതിന് 10,000 സ്വർണ്ണ നാണയങ്ങളിൽ ഒരു സ്വർണ്ണ നാണയം മാത്രമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് എന്നാണ്. അദ്ദേഹത്തിന് കൊല്ലണമെന്ന് തോന്നിയില്ല സത്രം സൂക്ഷിപ്പുകാർക്ക്. പിറ്റേ ദിവസം പ്രഭാതത്തിൽ അദ്ദേഹത്തിനെ അവിടുന്ന് പുറത്തേക്ക് ഈ കാട്ടിൽ നിന്നും പുറത്തേക്ക് ജാർഖണ്ഡിൽ വനത്തിൽ കൂടെ സഞ്ചരിച്ച് പുറത്തേക്ക് കടക്കാനുള്ള വഴി കാണിച്ചു തരണം. അപ്പോൾ അദ്ദേഹത്തിന് പോകുന്ന സമയത്ത് ഒരാൾ ഇതെങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, വസ്ത്രങ്ങളൊന്നുമില്ല എന്നാണ്. അപ്പോൾ ഒരാൾ ഒരു കമ്പിളി കൊണ്ടൊരു പുതപ്പ് കയ്യിലുണ്ട്. അനുപമ എന്നുള്ള തൻ്റെ സഹോദരനും കൂടെ ഉണ്ട്. ആ അനുപമ എന്നുള്ള ആൾക്ക് ഈ കമ്പിളി പുതപ്പും കൊടുത്തു, ഒരു സ്വർണ്ണ നാണയവും കൊടുത്തു. ഇപ്പോൾ എന്താ ഉള്ളത്? ഒന്നുമില്ല, വെറും ഭിക്ഷാന്തേഹിയായിട്ട് ഒരു ഫക്കീറിനെ പോലെ വേഷമൊക്കെ മാറിക്കൊണ്ടാണ് സനാതന ഗോസ്വാമി കാശിയിൽ എത്തിച്ചേർന്ന് ചൈതന്യ മഹാപ്രഭുവിനെ നേരിട്ട് കാണുന്നത് എന്നാണ്. മഹാപ്രഭുവിനെ കണ്ടു. എന്നാൽ ആ പോകുന്ന വഴിക്ക് പല വിധത്തിലുള്ള വെള്ളത്തിൽ കുളിക്കുക, പിന്നെ ഭക്ഷണമൊന്നും വേണ്ട വിധത്തിൽ കഴിക്കാനില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ വ്രണങ്ങളായിരുന്നു, ദുർഗന്ധം വമിക്കുന്ന വ്രണങ്ങളായിരുന്നു എന്നാണ്. ചൈതന്യ മഹാപ്രഭു കാശിയിൽ ചന്ദ്രശേഖര ആചാര്യൻ്റെ വൈദ്യൻ എന്നുള്ള അവരുടെ ഗൃഹത്തിൽ കഴിയുന്ന സമയത്താണ്, അവിടെയുള്ള സമയത്താണ് സനാതന ഗോസ്വാമി ചൈതന്യ മഹാപ്രഭുവിനെ കാണാനായിട്ട് വരുന്നത്. മഹാപ്രഭു സനാതന ഗോസ്വാമിയെ കണ്ടതും സനാതന ഗോസ്വാമി പെട്ടെന്ന് പിന്നിലേക്ക് മാറി. കാരണം ഇത്രയും ദുർഗന്ധപൂരിതമായിട്ടുള്ള ഈ ശരീരം അവിടുന്ന് തൊടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ മഹാപ്രഭു വന്നിട്ട് ആലിംഗനം ചെയ്തു. കാരണം ഇതെല്ലാം ഒരു പരീക്ഷണമായിരുന്നു എന്നാണ്. ഭഗവാനെ കാണണമെങ്കിൽ പെട്ടെന്നൊന്നും സാധിക്കില്ല, പല പരീക്ഷണങ്ങളിൽ കൂടെ സഞ്ചരിക്കേണ്ടതായിട്ട് വരും. വലിയൊരു പരീക്ഷണങ്ങളായിരുന്നു ഇതെല്ലാം. തൻ്റെ ജോലി അതിനെ ഉപേക്ഷിച്ചത്, പിന്നെ തനിക്ക് ആ വഴിയിൽ വന്നിട്ടുള്ള അപകടങ്ങൾ, അതിനൊക്കെ തരണം ചെയ്തത്, ഇങ്ങനെയുള്ള ഈ ശരീരത്തിലുള്ള ഈ വ്രണങ്ങൾ വാസ്തവത്തിൽ വ്രണങ്ങളായിരുന്നില്ല അതെന്നാണ് പറയണത്. മഹാപ്രഭു അടുത്ത് വന്നപ്പോഴേക്ക് തന്നെ ഇതെല്ലാം വല്ല കർപ്പൂരത്തിൻ്റെ അകലിൻ്റെ സുഗന്ധം ലേപനം ചെയ്തതുപോലെയായിട്ട് മാറി എന്നാണ്. ആലിംഗനം ചെയ്തു, തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായി സ്വീകരിച്ചു. എന്നിട്ട് ആ പ്രയാഗ ഇവിടെ വെച്ചിട്ട് കാശിയിൽ വെച്ചിട്ട് 1 മാസക്കാലമാണ് സനാതന ഗോസ്വാമിക്ക് ഉപദേശങ്ങൾ കൊടുത്തത് എന്ന് ശ്രീമദ് ഭാഗവതത്തിനെ കുറിച്ചിട്ട്, അതിലുള്ള അഗാധമായ തത്വങ്ങളെക്കുറിച്ച് ഉപദേശങ്ങൾ കൊടുത്തു. എന്നിട്ട് നിർദ്ദേശങ്ങൾ കൊടുത്തു. 6 ഗോസ്വാമിമാർക്കും നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് വൃന്ദാവനത്തിലേക്ക് പോവുക, അധികം താമസിക്കാതെ വൃന്ദാവനത്തിലേക്ക് പോവുക, വൃന്ദാവനത്തിൽ വെച്ച് അവിടെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഭഗവാന്റെ ലീലാ സ്ഥലങ്ങളെല്ലാം ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കുക, പിന്നെ അവിടെ ക്ഷേത്രങ്ങൾ പണിയുക, ഭക്തിക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തിയിലേക്ക് ജനങ്ങളെ എത്തിക്കുന്ന വിധത്തിൽ ഗ്രന്ഥങ്ങൾ എഴുതുക, ഓരോ ക്ഷേത്രങ്ങളിലും പൂജ ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്യുക, വൃന്ദാവനത്തിനെ പഴയ ആ അവസ്ഥയിലേക്ക്, അത് 5000 വർഷങ്ങൾക്ക് മുമ്പേ എങ്ങനെ വൃന്ദാവനം ഇരുന്നോ ആ അവസ്ഥയിലേക്ക് വൃന്ദാവനത്തിനെ കൊണ്ടുവരിക, നിങ്ങളെ ചുമതലയേൽപ്പിച്ചു എന്നാണ് പറയണത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗോസ്വാമിയാണ് രൂപഗോസ്വാമി, സനാതന ഗോസ്വാമി. 6 പേരുണ്ട്. അതിൽ സനാതന ഗോസ്വാമി വളരെയധികം പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്നു. അവിടെ വൃന്ദാവനത്തിൽ എത്തിച്ചേർന്ന അവിടത്തേക്ക് പ്രത്യേകിച്ച് അവിടെ ഒന്നുമില്ല, ക്ഷേത്രങ്ങൾ അതോ 5000 വർഷങ്ങൾക്ക് മുമ്പേ സ്ഥാപിച്ച ക്ഷേത്രങ്ങളാണ്, എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അവിടെ. അപ്പം അതിനെ മുഴുവൻ എളുപ്പമല്ല കണ്ടുപിടിക്കാനായിട്ട്. പക്ഷേ ഭഗവാന്റെ അനുഗ്രഹം, ഗുരുവരനുഗ്രഹേണേവാ പുമാൻ പൂർണ്ണപ്രശാന്തയെ എന്ന് പറയുന്നത് പോലെ ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, ചൈതന്യ മഹാപ്രഭുവിൻ്റെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും അനുഗ്രഹ വിശേഷം കൊണ്ട് അവിടത്തേക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സാധിക്കുന്നു എന്നാണ്. അവിടുന്ന് സനാതന ഗോസ്വാമി സ്ഥാപിച്ചിട്ടുള്ള വിശേഷപ്പെട്ട വിഗ്രഹമാണ് മദനമോഹന വിഗ്രഹം, മദനമോഹന ക്ഷേത്രം എന്നാണ് സ്ഥാപിച്ചിട്ടുള്ളത്. വളരെ വിശദമായിട്ട് കഥകൾ നമ്മൾക്ക് പറയേണ്ടതായിട്ടുണ്ട്.
ഈ ഗൗഡിയ സമ്പ്രദായത്തിനെക്കുറിച്ച് നമ്മൾക്ക് പ്രത്യേകം അറിയേണ്ടതായിട്ടുണ്ട്. എന്തെല്ലാം സേവനങ്ങൾ അവർ ചെയ്തു, ഇന്ന് എങ്ങനെയാണ് ഈ സനാതനധർമ്മ ലോകത്തിൽ നിലനിൽക്കുന്നത് എല്ലാം നമ്മൾക്ക് പ്രത്യേകിച്ച് അറിയേണ്ടതായിട്ടുണ്ട്. എല്ലാം നമ്മൾക്ക് വിശദമായിട്ട് ശ്രീ ചൈതന്യം എന്നുള്ള ചാനലിൽ കൂടെ നമ്മൾ അവതരിപ്പിക്കും. എല്ലാവരും സഹകരിക്കുക, എല്ലാവരും കേൾക്കുക. ഹരേ കൃഷ്ണ. നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.